അവർ ന്യൂ വീഡിയോ. നമ്മളെല്ലാവരും റെഡിയായി നിൽക്കുന്നത് ഇപ്പോൾ എങ്ങോട്ടാവുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അല്ലേ? അത് എങ്ങോട്ടാണ് നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരും. പോവാം. അപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ ആർമി ക്യാൻറ്റീനകത്ത് തന്നെയുള്ള ഒരു ഗുരുദ്വാരയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അകത്തോട്ട് പോയിട്ട് അകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഈ ഗുരുദ്വാര ഉള്ളത് സെക്കന്ദരാബാദിലെ ലാൽ ബസാറിനടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ചപ്പൽ വെക്കാനുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ചപ്പൽ അഴിച്ചു വെച്ചിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഹാൻഡ് വാഷ് ചെയ്യുക അവിടെ നിന്ന്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ സിഖ് ഗുരുക്കളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഇയർ ഓഫ് ബർത്തും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അതൊക്കെ വായിച്ച് നോക്കാം. പിന്നെ നമ്മൾ നേരെ മുന്നിലോട്ട് നടന്ന് ഗുരുദ്വാരയിലോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിലും വളരെ നല്ല രീതിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുക. കാമാണ്. സിഖുകാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ സാഹിബിലെ വരികൾ നമുക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഗാർഡനിലൊക്കെ ഒരുപാട് തെങ്ങുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഗാർഡൻ നല്ല രീതിയിൽ തന്നെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കാല് കഴുകിയിട്ട് വേണം കേട്ടോ അകത്ത് കയറാൻ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ കാല് കഴുകാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ കാല് കഴുകിയിട്ട് നമ്മൾ അകത്തോട്ട് കയറി കേട്ടോ. നല്ല വെയിലുണ്ട്. അപ്പം ഫ്ലോറിലൂടെ നടക്കുമ്പോൾ കാലൊക്കെ ഭയങ്കര പൊള്ളുന്നുണ്ടായിരുന്നു. നമ്മൾ രണ്ട് സൈഡിലിട്ട മാറ്റിലൂടെ നടക്കുകയാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അകത്തോട്ട് കയറുന്ന സമയത്ത് രണ്ട് സൈഡിലും നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സൈഡിൽ നല്ല വലിയൊരു കൊടിമരം കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഗുരുദ്വാരകളിലും നല്ല വലിപ്പമുള്ള കൊടിമരം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതെന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ദൂരത്തിൽ നിന്ന് തന്നെ ഗുരുദ്വാര അവിടെ ഉണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ ഗുരുദ്വാരയ്ക്ക് അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ തല മറച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ലേഡീസ് ആകുമ്പോൾ ഷോൾ ഉണ്ടാവും. അപ്പോൾ അവർ ഷോൾ ഇട്ടാൽ മതി. പിന്നെ ജെൻസിനും കിഡ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടവലും ഉണ്ട്, തല മറിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ടവൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവർ ഇതുപോലെ ബാസ്ക്കറ്റിൽ ടവലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മോനിക്ക് തലയിലൊക്കെ കെട്ടിക്കൊടുത്ത് മോള് വേണ്ടാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് കയറി കേട്ടോ. ഗുരുദ്വാര എന്ന് പറഞ്ഞാൽ ഗുരുവിലേക്കുള്ള പ്രവേശന കവാടം എന്നാണ് കേട്ടോ അർത്ഥം. സിഖുകാരുടെ ആരാധനാലയമാണ്. എന്നിരുന്നാലും എല്ലാ വിശ്വാസികൾക്കും ഗുരുദ്വാരയിലേക്ക് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. അവർക്ക് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. എല്ലാ മതക്കാർക്കും ഇങ്ങോട്ട് കയറാം. അപ്പോൾ എല്ലാ സൺഡേസിലുമാണ് കേട്ടോ ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നത്. പ്രത്യേക പ്രാർത്ഥനകളും പിന്നെ അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത് സൺഡേസിലാണ്. ഇവിടെ ഇപ്പം ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും താഴെ തന്നെയാണ് ഇരിക്കുന്നത്. സീനിയർ സിറ്റിസൺ മാത്രം ഇരിക്കാൻ വേണ്ടിയിട്ട് സോഫയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഗുരുദ്വാരയിലും ഒരു ദർബാർ സാഹിബ് ഉണ്ടാവും കേട്ടോ. അവർ സിഖുകാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബ് വായിക്കും പാടുകയൊക്കെ ചെയ്യും. പിന്നെ ഇവരുടെ സിംഹാസനത്തിന് തപ്ത് എന്നാണ് കേട്ടോ പറയുക. പഞ്ചാബിലെ അമൃത്സറിലുള്ള ഗുരുദ്വാരയാണ് ഗുരുദ്വാരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഇതുപോലെ അവിടെ നിന്ന് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആളുകൾക്കൊക്കെ എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. ഗോതമ്പും ശർക്കരയും ഗീയും വെച്ചിട്ടുള്ള പ്രസാദമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഗുരുദ്വാരകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് യാചകരെയും കാണാൻ പറ്റൂല, അതുപോലെ ഭണ്ഡാരപ്പെട്ടികളും കാണാൻ പറ്റൂല കേട്ടോ. സിഖ് മതം യാചകരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഇതാണ് കേട്ടോ അവിടുത്തെ പ്രസാദം. ഇവിടെ സിഖുകാരുടെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വിശ്വാസികൾ, സിഖ് വിശ്വാസികൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിൽ ഗുരുദ്വാരയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത ഫോട്ടോസാണ് കേട്ടോ ഇതെല്ലാം. ഇവിടെ 12 മണി വരെയാണ് ഇവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. താഴെയാണ് മെസ് ഹാൾ ഉള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരേ സമയം ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വലിയ മെസ് ഹാൾ തന്നെയാണ്. ഇതൊക്കെ ഫുഡ് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ പാത്രങ്ങളൊക്കെ നല്ല ക്ലീനാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാനുള്ളത്. ഇവിടെ പാത്രം വാഷ് ചെയ്യാനും അതിനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാഷിങ്ങും ഒന്നും നമുക്കില്ല. നമുക്ക് അവർ വാഷ് ചെയ്ത പ്ലേറ്റ് നമ്മളവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ വാഷ് ചെയ്ത പ്ലേറ്റും ഗ്ലാസ്സും നമുക്ക് എടുത്തിട്ടും നമുക്ക് ഫുഡ് സെർവ് ചെയ്ത് തരും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് അവരുടെ കയ്യിൽ കൊടുത്താൽ അവരെന്നെ വാഷ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും താഴെ ഇരുന്നിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. സീനിയർ സിറ്റിസണ് മാത്രം ബെഞ്ചും ഡെസ്കൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡായിട്ട് കൊടുക്കുന്നത് ചപ്പാത്തിയും ചോറും 2 തരം കറികളും പായസമാണ് കൊടുക്കുന്നത്. അപ്പം മിക്ക ഗുരുദ്വാരകളിലും ലൈബ്രറി പിന്നെ ഹോമിയോ ക്ലിനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ ഉള്ളത് ഒരു ഓഡിറ്റോറിയമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഓഡിറ്റോറിയം ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം ഗാർഡനിൽ റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഗാർഡനിൽ ഇരിക്കാൻ പോയി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ശരിക്കും പഠിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കോർഡിനേഷനും യൂണിറ്റിയും മെയിൻ്റനൻസൊക്കെയാണ്. അത് ശരിക്കും നമ്മൾ കണ്ടു പഠിക്കണം കേട്ടോ. ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇവിടെ ഇല്ല. ഇവരുടെ കോർഡിനേഷനും മെയിൻ്റനൻസൊക്കെ സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഈ സൺഡേ ഒരുപാട് ഇഷ്ടമായി. ആൻഡ് വി ഹാവ് സം സിക്ക് ഫ്രണ്ട്സ്, സോ ഐ ഡെഡിക്കേറ്റ് ദിസ് വീഡിയോ ടു ദം. സസ്ത്രീകാൽ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ കുറച്ചു നേരം നല്ല തണലത്ത് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതെ, കുറേ ആളുകൾ ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റൊക്കെ ഇടണം കേട്ടോ. ബൈ.